ഇതിനെല്ലാത്തിനും കാരണം ലീക്കായ ഒരു വീഡിയോ ക്ലിപ്പാണ്. കഴിഞ്ഞ ദിവസം ജയം രവി ഒരു പ്രസ് മീറ്റ് നടത്തിയിരുന്നു. അദ്ദേഹം ഭയങ്കര വികാരതീതനായി അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫിൽ അദ്ദേഹത്തിൻ്റെ ഡിവോഴ്സുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങൾ അദ്ദേഹം ഒരു പ്രസ് മീറ്റിൽ പറയുന്നുണ്ടായിരുന്നു. അത് ഭയങ്കര കോൺട്രവേഴ്സിയുമായിരുന്നു. പക്ഷേ ഇതിൻ്റെ പുറകിൽ കുറച്ച് കാര്യങ്ങളുണ്ട്, കുറച്ച് സത്യങ്ങളുണ്ട്. എന്തിനാണ് ഇങ്ങനെ ആയത്, ഇവർക്കിടയിൽ എന്തായിരുന്നു സംഭവിച്ചതെന്നത് ശരിക്കും പറഞ്ഞാൽ അധികം ആൾക്കാർക്ക് അറിയത്തില്ല. ഇൻഡസ്ട്രിയിൽ മാത്രം അറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ്. അത് പുറം ലോകത്തിന് ശരിക്കും അറിയത്തില്ല. അങ്ങനെ അറിയാൻ മേലാത്ത കുറച്ച് കാര്യങ്ങൾ, ഹിഡനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇതിൻ്റെ പുറകിലുണ്ടായിരുന്നു. ഇതിനെല്ലാത്തിനും മെയിൻ കാരണം ഒരു ലീക്കായ വീഡിയോയാണ്. ഒരു വീഡിയോ ഫുട്ടേജ് ലീക്കായിരുന്നു. ജയൻ്റെ വീഡിയോ അല്ല, അദ്ദേഹത്തിൻ്റെ ഭാര്യ ആർത്തിയുടെ ഒരു വീഡിയോ ലീക്കായിരുന്നു. അതിനെ തുടർന്നാണ് ഈ പ്രശ്നങ്ങൾ അരങ്ങേറിയതും അതിനുശേഷമാണ് തമിഴ്നാട്ടിലൊക്കെ കുറച്ച് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമായിരുന്നു ഈ വീഡിയോ ലീക്കേജിന്. ഇൻഡസ്ട്രിയിലുള്ളവർക്കൊക്കെ അറിയാവുന്നൊരു കാര്യമായിരുന്നു ഈ ലീക്കായ വീഡിയോയുടെ ഒരു പ്രശ്നത്തെപ്പറ്റി. അത് പിന്നെ ഈ ആർത്തിയുടെ അമ്മ, അതായത് ജയൻ രവിയുടെ അമ്മായിമ്മ എന്ന് പറയുന്ന സ്ത്രീ അവരുടെ സ്വാധീനം ഉപയോഗിച്ച് ആ വീഡിയോ ഡിലീറ്റ് ആക്കുകയും അതിൻ്റെ കോൺട്രവേഴ്സിയും കാര്യങ്ങളും എല്ലാം പെട്ടെന്ന് തന്നെ അത് വാനിഷായി പോവുകയും ചെയ്തിരുന്നു. അത് അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ലാത്ത രീതിയിലായിരുന്നു. പക്ഷേ അതിൻ്റെ ബേസിലാണ് ഇവർക്കിടയിൽ ഡിവോഴ്സും കാര്യങ്ങളും എല്ലാം ഉണ്ടായി വന്നത്. ഈ വീഡിയോയാണ് ഇതിന് മെയിനായിട്ടുള്ള വില്ലൻ, മെയിനായിട്ടുള്ള കാരണം വീഡിയോയാണ്. അതെന്ത് വീഡിയോ ആണ്, ഇങ്ങനത്തെ വീഡിയോ എന്ന് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആർക്കും അറിയത്തില്ല. ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു എന്ന് പരക്കെ ഒരു പറച്ചിലുണ്ട്. അതിൻ്റെ ബേസിലാണ് ഇവർക്കിടയിൽ ഡിവോഴ്സും കാര്യങ്ങളും ഉണ്ടായി വന്നത്, ഈ പ്രശ്നങ്ങൾ. ഇതിന് ശേഷം മാനസികമായിട്ട് ഇവർ ജയം രവിനെ പീഡിപ്പിക്കുമായിരുന്നു എന്നാണ് കേട്ടത്. പുള്ളി മിണ്ടാണ്ടിരിക്കുകയായിരുന്നു, പല കാര്യങ്ങളും മിണ്ടാണ്ടിരിക്കുകയെന്ന്, പലതും കണ്ടില്ലാതെ നടിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ അതിനുശേഷം വല്ലാത്ത രീതിയിൽ തളർത്തി, മാനസികമായ രീതിയിൽ തളർത്തി. പിന്നെ പ്രശ്നങ്ങളെല്ലാമായിട്ട് ഡിവോഴ്സിൻ്റെ വക്കിൽ വന്നു. അതിനുശേഷം പുള്ളിയും മറ്റൊരു ഗായികയുമായിട്ട് ഉള്ളൊരു റിലേഷൻഷിപ്പ് വന്നു. ആ ഒരു കാമുകിയുമായിട്ട് കുറച്ച് നാൾ ബന്ധം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആ കാമുകിയും ഇപ്പോൾ അയാളെ ഇട്ടിട്ട് പോയി. അങ്ങനെ എല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് അദ്ദേഹം ശരിക്കും ഫ്രസ്ട്രേറ്റഡായി. സൈബർ ബുള്ളിങ്ങും അങ്ങനെ പല കാര്യങ്ങളും അദ്ദേഹം നടത്തി. ഭയങ്കര രീതിയിൽ വികാരതീതനായിട്ടാണ് കഴിഞ്ഞ ദിവസത്തെ ആ പ്രശ്നത്തിൽ പലരും പല രീതിയിലാണ്. അദ്ദേഹം ഒരു മനുഷ്യനാണ്, അദ്ദേഹത്തിനും വൈഫിനെ ഇത് പറ്റുന്നില്ല എന്നുള്ള രീതിയിലാണ്. ജയം രവിനെ ചിലർ അഗ്രി ചെയ്യുന്നവരുണ്ട്. പക്ഷേ ഇതിലേതാണ് സത്യമെന്ന് നമുക്ക് ആർക്കും അറിയത്തില്ല. കാരണം ഇവർക്കിടയിലൊക്കെ പല കാര്യങ്ങളും ഹിഡനായിട്ട് പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഇവരെല്ലാവരും സെലിബ്രിറ്റീസാണ്. അപ്പം ഇവരെല്ലാം ആ ഒരു ലൈഫിൽ ജീവിച്ച ആൾക്കാരാണ്.